ഡോക്ടർ രാജീവ് ജയദേവൻ, ഈ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആശുപത്രിയും ഡോക്ടറും രോഗികളും. ഒരു രോഗിക്ക് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് ജീവനക്കാർ, മന്ത്രദാസ് അടക്കമുള്ളവർ നമ്മുടെ മുന്നിലുണ്ട്. അത് ഏത് കാരണത്തിലാണെന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഈ ഡോക്ടർമാരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. ഇന്ന് KGMOയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ അതിക്രമം അപലപനീയമാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ അടിയന്തരമായ ട്രയാജ് സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള നിരന്തരമായ ഒരു ആവശ്യമാണ് KGMO മുന്നോട്ട് വെക്കുന്നത്. ഈ ഡോക്ടർമാരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഇതിനൊക്കെ കാരണം. ഡോക്ടർ ജയദേവൻ, ഒരു രോഗിയെ സംബന്ധിച്ച് അസുഖം മാറണമെങ്കിൽ ആരോഗ്യ സംവിധാനത്തിൽ ഡോക്ടർക്ക് രോഗിയെ കാണാനും വിവരങ്ങൾ ചോദിച്ചറിയാനും ചികിത്സിക്കാനുമുള്ള സൗകര്യവും സമയവും ഉണ്ടാകണം. വളരെയധികം തിരക്കുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ പലപ്പോഴും രോഗികൾക്ക് വേണ്ടി അധികം സമയം ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ പ്രശ്നം കൂടുതലാകുന്നത് നിലവിലുള്ള തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ്. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, അനവധി ഡോക്ടർമാരുടെ സേവനമുള്ള ഈ ആശുപത്രിയിൽ ഇപ്പോൾ വളരെ ചുരുക്കം ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. എന്നാൽ അതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കുറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നമുണ്ടാകും. ഈ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് പാമ്പുകടി ഏൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റുകയാണ്, അല്ലെങ്കിൽ വീണ് ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോവുകയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കാണേണ്ട ഒരു വിഭാഗമാണ് കാഷ്വാലിറ്റി. പക്ഷെ ഇപ്പോൾ നമ്മൾ പൊതുവെ ആശുപത്രികളിൽ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ്വാലിറ്റികളിൽ കാണുന്ന ഒരു നല്ല ശതമാനം രോഗികളും OP കേസുകളാണ്. അതായത് സാധാരണ പനി, ഈ സ്കിൻ പ്രോബ്ലംസ്, അതായത് ചർമ്മരോഗങ്ങൾ, ജലദോഷം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ OPയിൽ തിരക്ക് കാരണം കാഷ്വാലിറ്റിയിൽ ചെന്ന് ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും കാഷ്വാലിറ്റിയിലേക്ക് അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി വരികയാണെങ്കിൽ, നെഞ്ചുവേദനയുള്ള ഒരു രോഗി വരികയാണെങ്കിൽ ആ രോഗിയും ഈ തിരക്കിൽ പെട്ടുപോവുകയാണ്. ഈ സംവിധാനത്തിന് ഒരു ആശ്വാസം ഉണ്ടാകണമെങ്കിൽ, ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ പല കാര്യങ്ങൾ ഇവിടെ നടക്കണം. ഒന്ന്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ KGMO, അതായത് കേരളത്തിലെ ഗവൺമെന്റ് ഡോക്ടർമാരുടെ സംഘടന ആയ KGMO പറഞ്ഞതുപോലെയുള്ള ട്രിയാജിങ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരണം. ട്രിയാജിങ് എന്തെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് വ്യക്തമാക്കി തരാം. അടിയന്തര അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന രോഗികളുടെ അവസ്ഥ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കേസുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ചികിത്സ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ട്രിയാജിങ്. അത് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും തന്നെ നടക്കുന്നത് പരിചയസമ്പന്നരായിട്ടുള്ള നഴ്സുമാരുടെ സേവനമാണ് അവിടെ വേണ്ടത്. അതായത് ഈ മേഖലയിൽ വളരെയധികം എക്സ്പെർട്ടീസ് ഉള്ള ഒരു നഴ്സാണ് ഈ ട്രിയാജിങ് നടത്താറുള്ളത്. രോഗിയെ കണ്ടാൽ ഉടൻ തന്നെ ഇത് വെയിറ്റ് ചെയ്യാവുന്ന കേസാണോ, ഉടൻ തന്നെ ചെയ്യേണ്ട കേസാണോ, ഉടൻ റെഫർ ചെയ്യേണ്ട കേസാണോ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ അവർ തീരുമാനിക്കും. എങ്കിൽ മാത്രമേ ഈ തിരക്കിനുള്ളിൽ നിൽക്കുന്ന അടിയന്തര സഹായം ആവശ്യമുള്ള രോഗിക്ക് ആ സഹായം ലഭ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന 100 പേരെയും ഒരേ രീതിയിൽ ക്രമത്തിൽ കാണുകയാണെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, കേരളത്തിലെ പ്രത്യേകിച്ചും പബ്ലിക് ഹോസ്പിറ്റലുകളിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ട്രിയാജിങ് സംവിധാനം ഇപ്പോൾ വലിയ സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ട്രിയാജിങ് വരാനുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ നിലവിലുണ്ട്. അതായത് ജൂൺ 2, 2020, അതായത് 6 വർഷം മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പിട്ട ഓർഡർ ഇന്നും നിലവിലുണ്ട്. അതായത് ഈ സ്ഥാപനങ്ങളിലെല്ലാം ട്രിയാജിങ് നടപ്പാക്കണം, അതിന്റെ രീതികൾ എന്തൊക്കെ, മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഓർഡർ, ഗവൺമെന്റ് ഓർഡർ ഇന്നും നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ അത് നടപ്പിലായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. നെയ്യാറ്റിൻകര സംഭവം അതിനൊരു തെളിവും കൂടിയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള, അതായത് രോഗികളെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിൽ ഒരു ഡോക്ടറുടെയോ ഒരു ജീവനക്കാരുടെയോ കുറ്റമായിട്ട് ഇതിനെ കാണാതെ ഈ വരുന്ന രോഗികൾക്ക് അവരുടെ സീരിയസ്നെസ് അനുസരിച്ചുള്ള ചികിത്സ
ആനുപാതികമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ് നല്ല ആരോഗ്യ സംവിധാനം ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ആരുടെയെങ്കിലും പേരിൽ പഴിചാരി അതിൽ നിന്നും അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ ഏതാനും വർഷങ്ങളായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഈ സിസ്റ്റം മാറിയേ തീരൂ. കാരണം സാധാരണക്കാരൻ ഒരു ആരോഗ്യ പ്രശ്നത്തിന് പോകുന്നത് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റൽസിലാണ്. തീർച്ചയായിട്ടും സർക്കാർ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ മറ്റു പല മേഖലകളിലും നടക്കുന്നുണ്ട്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ അടിയന്തരമായിട്ടുള്ള കെയർ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു സംഭവമാണ് നെഞ്ചുവേദന. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള അതൊരു അപൂർവമായിട്ടുള്ള സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ ആ വ്യക്തിയെ സമീപിക്കണം എന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാകേണ്ടതാണ്. ഫ്രം സെക്യൂരിറ്റി ഓൺവേർഡ്സ് ഓൾ ദി വേ ടു ദി മെഡിക്കൽ സൂപ്രണ്ടന്റ്. ഇതില്ലാതെ വരുന്ന സാഹചര്യങ്ങളിലാണ്, ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റാഫിംഗ് ഇല്ല, ട്രിയാജിങ് സംവിധാനം എസ്റ്റാബ്ലിഷ്ഡ് അല്ല, കാഷ്വാലിറ്റി ഡോക്ടർ പലപ്പോഴും മെഡിക്കൽ ലീഗൽ കേസും അല്ലാതെയുള്ള പനി കേസുകളും അല്ലെങ്കിൽ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ കാണേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ മാറണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളതും സുതാര്യമായിട്ടുള്ളതുമായിട്ടുള്ള നടപടികൾ വന്നേ തീരും.